പതിവ് പോലെ ഇന്നും നടത്താറുള്ള കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കിയപ്പോൾ നല്ല നേന്ത്രപ്പഴം ഇരിക്കുന്നു. വെറുതെ കളയുന്ന എന്തിനാ, നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയാൽ നമ്മുടെ വിശപ്പങ്ങ് മാറുമല്ലോ. അതിനായിട്ട് കുറച്ച് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് മൈദയുടെ മാവ് എടുത്തു കേട്ടോ. അതിലേക്ക് ഇത്തിരി ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടി, പൊടിക്ക് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകത്തിന് പകരം ഇത്തിരി എള്ളിട്ടാലും അടിപൊളിയാണ് കേട്ടോ. എള്ളില്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾ ജീരകം ചേർത്ത് കൊടുക്കുന്നത്. എന്തായാലും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ലൂസ് പരുവത്തിൽ ഒന്ന് കുഴച്ചും കൂടി എടുക്കുക. പിന്നെ പരിപാടികളൊക്കെ സിമ്പിളാണ്. നമ്മുടെ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എന്തായാലും ഇതിങ്ങനെ ഇട്ട പാടെ നമ്മൾ തിളച്ച എണ്ണയിലേക്ക് കൊണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ്, അപ്പോഴേക്കും നമ്മുടെ ഈ സൂപ്പർ പലഹാരം അങ്ങ് റെഡി ആയിട്ട് കിട്ടും. അങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റോറി ഇട്ടപ്പം സെക്കൻഡ് പാർട്ട് ഇടാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തിരി വൈകി പോയിട്ടുണ്ട്. അതിൻ്റേതായ കമൻറ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാ ഇടാത്തേ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്തായാലും അങ്ങനെ കമൻറ്റൊക്കെ വരുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. എന്തായാലും ഈ ഒരാഴ്ചയിൽ തന്നെ ആരെയും മുഷിപ്പിക്കാതെ തന്നെ നമുക്ക് ആ ഒരു വീഡിയോ സെക്കൻഡ് പാർട്ടൊക്കെ ഇടാനായിട്ട് പരമാവധി ശ്രമിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ പഴംപൊരിയൊക്കെ റെഡി ആയപ്പോൾ കോരി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മഞ്ഞ കളറ് മൊരിഞ്ഞ പഴംപൊരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി എടുത്താൽ നമുക്ക് കഴിക്കാം.